മക്കാബിയരുടെ ഒന്നാം ലേഖനം 12-ാം അധ്യായം 1 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ബറക്കുമോർ. കാലം തനിക്ക് അനുകൂലമെന്ന് യോനാഥാൻ കണ്ടു. റോമരോടുള്ള മൈത്രി ഉറപ്പിച്ച് നവീകരിക്കുവാൻ റോമിലേക്കും സ്പാർത്യരുടെ അടുക്കിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും തെരഞ്ഞെടുത്ത ആളുകളെ അയച്ചു. അവർക്ക് ഇപ്രകാരം എഴുത്തുകളും കൊടുത്തയച്ചു. അവർ റോമിലെത്തി ആലോചനാ സൗധത്തിൽ പ്രവേശിച്ച് അവരോട് മഹാപുരോഹിതനായ യോനാഥാനും യഹൂദ ജനതയും കൂടി മുമ്പേ പോലെയുള്ള മൈത്രിയും സഹായവും പുതുക്കുവാൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. റോമാക്കാർ സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ചു. ഇവർ ഏതേത് സ്ഥലങ്ങളിൽ കൂടെ കടന്നു പോകുന്നുവോ അവിടെയുള്ളവർ ഇവരെ യഹൂദിയ രാജ്യത്തേക്ക് സമാധാനപൂർവ്വം അയച്ചുകൊള്ളണം എന്നുള്ള എഴുത്തുകളും ഇവർക്ക് കൊടുത്തു. യോനാഥാൻ സ്പാർത്യർക്ക് അയച്ച എഴുത്തിന്റെ പകർപ്പ് മഹാപുരോഹിതൻ യോനാഥാനും പുരോഹിതന്മാരും മൂപ്പന്മാരും യഹൂദ ജനത മുഴുവനും കൂടി ഞങ്ങളുടെ സഹോദരരായ സ്പാർത്യർക്ക് എഴുതുന്നത്: സമാധാനം. രേഖകൾ പ്രസ്പഷ്ടമാക്കുന്നതുപോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രാജാവായിരുന്ന ദാരിയൂസ് പ്രധാനാചാര്യനായിരുന്ന ഹാനിയാസിന് എഴുതിയിരുന്നല്ലോ. അദ്ദേഹം രാജദൂതനെ ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയും മൈത്രിയുടെയും സഖ്യത്തിന്റെയും പ്രസ്താവന അടങ്ങുന്ന ആ സന്ദേശം സ്വീകരിക്കുകയും ചെയ്തു. കർത്താവേ, നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നതായ സകലത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.